സംസ്ഥാനത്ത് പുതുതായി അധികാരമേറ്റ UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിന് വേദി ഉണർന്നപ്പോൾ തന്നെ സംസ്ഥാന ഭരണകൂടവും ഗവർണറും തമ്മിലുള്ള കടുത്ത ഭിന്നത വീണ്ടും പരസ്യമായിരിക്കുകയാണ്. ഗവർണറെ നിയമസഭയിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങിനിടെ വന്ദേമാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പുതിയ സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ വലിയൊരു വിവാദത്തിന് വഴി തുറന്നിരിക്കുന്നത്. ലോക്ഭവന്റെ കർശന നിർദ്ദേശം മറികടന്നുകൊണ്ട് സർക്കാർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഗവർണറെ സ്വീകരിക്കുന്ന ഔദ്യോഗിക ചടങ്ങിന്റെ ഭാഗമായി വന്ദേമാതരം ആലപിക്കുന്നതിനെ ചൊല്ലിയാണ് ഇരുവിഭാഗം തമ്മിൽ തർക്കമുണ്ടായത്. ഗവർണറെ സ്വീകരിക്കുന്ന സമയത്ത് വന്ദേമാതരം ഗീതം മുഴുവനായും ആലപിക്കണമെന്ന നിർദ്ദേശമായിരുന്നു ലോക്ഭവൻ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഗവർണറുടെ ഈ കടുത്ത നിർദ്ദേശം സംസ്ഥാന സർക്കാർ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. തലേദിവസം നടന്ന റിഹേഴ്സൽ കണ്ടപ്പോൾ തന്നെ വന്ദേമാതരം മുഴുവൻ പാടണമെന്ന് ലോക്ഭവൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും സർക്കാർ വഴങ്ങിയില്ല. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കേരള പോലീസിന്റെ ബാൻഡ് സംഘം വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രം വായിച്ച് നിർത്തുകയായിരുന്നു. എന്നാൽ ഗവർണർ പ്രസംഗം തുടങ്ങിയപ്പോൾ ഇതേക്കുറിച്ച് സഭയിൽ പരാമർശിക്കാൻ തയ്യാറായില്ല. വന്ദേമാതരത്തെ ചൊല്ലിയുള്ള പ്രാരംഭ തർക്കങ്ങൾക്കും കല്ലുകടികൾക്കും ഒടുവിൽ സഭയെ ശാന്തമാക്കിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ ഭാവി വികസന നയരേഖ വ്യക്തമാക്കുന്ന അതീവ നിർണായകരമായ സാമ്പത്തിക പ്രഖ്യാപനങ്ങളിലേക്ക് ഗവർണർ കടക്കുകയായിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക നയങ്ങളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു ഈ പ്രഖ്യാപനങ്ങൾ. സംസ്ഥാനത്തിന്റെ ഖജനാവ് നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് പുതിയ സർക്കാരിന്റെ നീക്കം. സാമ്പത്തിക അച്ചടക്കം കർശനമാക്കുമ്പോഴും സാധാരണക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. ഖജനാവിലെ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായ ചിത്രം നൽകുന്നുണ്ടെങ്കിലും ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹിക സുരക്ഷാ സേവന മേഖലകളിൽ നിന്ന് സർക്കാർ യാതൊരു കാരണവശാലും പിന്മാറില്ലെന്ന് നയപ്രഖ്യാപനത്തിലൂടെ UDF മുന്നണി ഉറപ്പു നൽകി. മുൻ സർക്കാരിന്റെ കാലത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും കടബാധ്യതകളും ജനങ്ങൾക്ക് മുൻപിൽ പൂർണ്ണമായും തുറന്നുകാട്ടാൻ പുതിയ സർക്കാർ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊരു സമഗ്ര ധവളപത്രം ഇറക്കുമെന്ന് ഗവർണർ സഭയിൽ പ്രഖ്യാപിച്ചു. ധനകാര്യ മാനേജ്മെന്റിൽ പൂർണ്ണമായ സുതാര്യത കൊണ്ടുവരികയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസം, തൊഴിൽ, ജനക്ഷേമം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് സഭയിൽ ഉയർന്നു കേട്ടത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ കൈയടി നേടിയത് വിദ്യാഭ്യാസം, തൊഴിൽ, ജനക്ഷേമം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് യുവതലമുറയ്ക്കായി സർക്കാർ മുന്നോട്ട് വെച്ച വലിയ പ്രഖ്യാപനങ്ങളാണ്. സംസ്ഥാനത്തെ നിലവിലത്തെ സാമൂഹിക സാഹചര്യങ്ങളെ ഗൗരവത്തോടെയാണ് പുതിയ സർക്കാർ കാണുന്നത്. ഇതിന്റെ തെളിവായിരുന്നു സഭയിൽ ഉയർന്നു കേട്ട വാക്കുകൾ. സംസ്ഥാനത്തെ ചെറുപ്പക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിക്കാണ് ഗവർണർ തന്റെ പ്രസംഗത്തിൽ ആദ്യ പരിഗണന നൽകിയത്. വർഷങ്ങളായി മലബാർ മേഖലയിലടക്കം 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന സീറ്റ് ക്ഷാമത്തിന് ഇതോടെ പരിഹാരമാവുകയാണ്. ഉപരിപഠനത്തിന് അർഹത നേടിയിട്ടും സീറ്റില്ലാതെ വിഷമിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസമേകി എല്ലാ ജില്ലകളിലും ആവശ്യത്തിന് +1 സീറ്റുകൾ അനുവദിക്കുമെന്ന് നയപ്രഖ്യാപനത്തിലൂടെ സർക്കാർ ഉറപ്പു നൽകി. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള മികവിന്റെ ആസ്ഥാനമാക്കി മാറ്റുമെന്നും പ്രഖ്യാപനത്തിലുണ്ട്. പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ യുവജനങ്ങളിലെ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചു വരുന്നതിലുള്ള കടുത്ത ആശങ്ക ഗവർണർ പങ്കുവച്ചു. പുതുയുഗ കേരളത്തിനായുള്ള ശക്തമായ പരിശ്രമങ്ങൾ സർക്കാർ നടത്തുമെന്നും യുവതലമുറയ്ക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഭരണ സംവിധാനത്തിന് സുതാര്യതയും വേഗതയും കൊണ്ടുവരുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വെച്ച് ജനപ്രിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അടുത്ത പ്രഖ്യാപനം. നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയുമായി സർക്കാർ ശക്തമായി മുന്നോട്ട് പോകുമെന്ന് ഗവർണർ വ്യക്തമാക്കി. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമായ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിച്ചതായും ഗവർണർ സഭയെ അറിയിച്ചു. അതിനു പുറമെ സംസ്ഥാനത്തിന്റെ എക്സൈസ് നയത്തിലും വരും ദിവസങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുമെന്ന സൂചനയും പ്രസംഗത്തിലുണ്ടായിരുന്നു.